സംസാരം ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വളരെ രുചികരമായ ഒരു സോയ ഫ്രൈ റോസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ സോയാബീൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് സോയാബീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോയാബീൻ 1 കപ്പ്, മുട്ട 2, കറിവേപ്പില, 2 സവോള നീളത്തിലരിഞ്ഞത്, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, മുളക് പൊടി, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ക്യാപ്സിക്കം, വെളിച്ചെണ്ണ, പച്ചമുളക്, ടൊമാറ്റോ സോസ്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ള. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് എടുത്തു വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മുട്ടയും മസാലയൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഈ സോയാബീനിലേക്ക് ആദ്യം നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഇല്ലെങ്കിലും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. നമുക്ക് മിക്സ് ചെയ്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ടാട്ടോ. മുട്ട ചേർത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ് വരും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല മുരിഞ്ഞ് വരും. നമ്മുടെ സോയാബീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല മുരിഞ്ഞ് നമുക്ക് ഇങ്ങനെയാണെങ്കിലും കഴിക്കാം. കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് നമുക്ക് സവോളയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയുടെ കുറച്ച് ബാക്കിയുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടി വരണം. അമ്മ ഞാൻ എടുത്തോട്ടെ? എടുത്തോ, ഒന്ന് കഴിച്ച് നോക്കിക്കോ. ചൂടാറിയില്ലേ?
കൊള്ളാം, സൂപ്പറാ. നല്ലോണം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയും കഴിക്കാം. ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞായിരിക്കും. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞായിരിക്കുന്നത്. ഇങ്ങനെയും കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും. ഈ സമയത്ത് നമ്മൾ സവോള ഇട്ട് കൊടുത്ത സമയത്ത് സവോള വണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ സമയം രണ്ട് തക്കാളി മതിയാവും നീളത്തിലരിഞ്ഞത്. തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി ചേർക്കുന്നില്ല എങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്താലും നല്ല രുചിയാണ്. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു പുളിയും കൂടെ കിട്ടും. അതിനാണ് ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ചില്ലെങ്കിലും അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം നന്നായി വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ടത്തിൽ നമുക്ക് മല്ലിയില ചേർക്കേണ്ടവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സോയാബീൻ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. സോയ ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.